ഏഷ്യാനെറ്റിൽ നിന്ന് നമ്മുടെ സിംഗർ ചിന്മയ്ക്ക് കിട്ടിയ പോലൊരു പണി എന്തായാലും ഇത്രയും നാളത്തെ എപ്പിസോഡിൽ കോമഡി കുക്സിൽ ഭാവനയ്ക്ക് കിട്ടിയില്ല എന്നുള്ളത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ കോമഡി കുക്സിൻ്റെ എപ്പിസോഡ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതിന് കാരണം ഭാവനയാണ്. നമുക്കറിയാം ഭാവന നേരിടേണ്ടി വന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഭാവന ഇത്രയും ചിരിച്ച് എന്താ പറയുക, ഇത്രയും സന്തോഷത്തോടെ ഒരു എപ്പിസോഡിൽ കാണാമെന്ന് വെച്ചാൽ അത് തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിന് കാരണം രമ്യ നമ്പീശൻ കൂടിയാണ്. ഇന്നലെ രമ്യ നമ്പീശൻ ആ ഒരു ഷോയിൽ അതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ആ ഒരു എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞു. നമുക്കറിയാം എന്താ പറയുക, സ്വന്തം ജീവനും കരിയറും പോലും പണയം വെച്ചാണ് ഭാവനയെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് സുഹൃത്തുക്കൾ ഭാവനയുടെ ഒപ്പം നിൽക്കുന്നത്. അങ്ങനെ ഒരാളാണ് രമ്യ നമ്പീശനും. അപ്പോൾ രമ്യ നമ്പീശൻ ആ ഷോയിൽ വന്നതിൻ്റെ മാറ്റങ്ങൾ ഭാവനയിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഭാവന ശരിക്കും എൻജോയ് ചെയ്ത് നല്ല സന്തോഷിച്ച് എന്താ പറയുക, മതിമറന്ന് ഒരവസ്ഥ എന്ന് പറയില്ല, അതേപോലെയായിരുന്നു ആ ഷോയിലുണ്ടായിരുന്നത്. ആ ഒരു ഷോ ആണെന്ന് തന്നെ ഭാവന മറന്നുപോയി. അപ്പോൾ ഇത്തരത്തിലൊരു ഹാപ്പി മൊമെൻറ്റ്സ് ഒരുക്കി തന്നതിൽ ഏഷ്യാനെറ്റിനോട് സന്തോഷമുണ്ട്. പക്ഷേ അതേസമയം അത്ഭുതമുണ്ട്. ഏഷ്യാനെറ്റ് തന്നെയാണോ ഇതൊക്കെ ഒരുക്കി തന്നതെന്നുള്ള ഒരു അത്ഭുതവുമുണ്ട്. കാരണം നമ്മളറിയുന്ന ഏഷ്യാനെറ്റ് വരുന്ന ഗസ്റ്റിന് പണി കൊടുക്കാറാണ് പതിവ്. നമുക്കറിയാം ഇതിനു മുമ്പ് ഏഷ്യാനെറ്റ് ചിന്മയി എന്ന് പറയുന്ന ഗായികയെ സ്റ്റാർ സിംഗർ പ്രോഗ്രാമിൽ വിളിച്ചു വരുത്തി അപമാനിച്ച ഒരു സംഭവം. അതായത് ചിന്മയി തമിഴിലെ പ്രശസ്തനായ ഗാനരചയിതാവ് വൈരമുത്തുവിനെതിരെ ഒരു മീറ്റു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പേരിൽ തമിഴ് സിനിമയിൽ ഒരു വിലക്ക് ചിന്മയി നേരിടുന്ന സമയമായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ദിവസം AR റഹ്മാൻ്റെ ഒരു സിനിമയായി ബന്ധപ്പെട്ട ഓഡിയോ ലോഞ്ചിന് പാടേണ്ട ഗായിക എത്താതിരുന്ന സമയത്ത് ചിന്മയാണ് അതിൻ്റെ തമിഴ് വേർഷൻ സ്റ്റേജിൽ പാടുന്നത്. അതങ്ങ് വൈറലായി. അതായത് ഫിലിമിൽ ആ ഗായിക പാടിയ പാട്ടിനേക്കാൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ചിന്മയി സ്റ്റേജിൽ പാടിയ പാട്ടായിരുന്നു. അങ്ങനെ ചിന്മയെ വീണ്ടും എന്താ പറയുക, എല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് അവരെ ആദരിക്കാൻ എന്നുള്ള രീതിയിൽ സ്റ്റാർ സിംഗറിൽ വിളിച്ചു. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ആ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ ചിന്മയി ഈ വൈരമുത്തുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്നിട്ടും സ്റ്റാർ സിംഗറിൻ്റെ അണിയറ പ്രവർത്തകർ കോണ്ടസ്റ്റൻസിനും പാടാൻ കൊടുത്ത പാട്ടെന്ന് പറയുന്നത് വൈരമുത്തു രചിച്ച പാട്ടുകളായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ചിന്മയി അവിടെ ജഡ്ജായിരിക്കുമ്പോൾ തന്നെ വൈരമുത്തു ഗാനം രചിച്ച പാട്ടുകളായിരുന്നു അവിടെ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പാട്ട് വർത്തമാനം എന്ന് പറഞ്ഞിട്ട് ഈ വൈരമുത്തുവിനെ പൊക്കി പറയലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ചിന്മയുടെ ക്ലോസ് ഷോട്ട് എടുക്കാൻ അവർ മറന്നിട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതേപോലെ ഭാവനയ്ക്ക് നേരിടേണ്ടി വരുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ കോമഡി കുക്സ് എന്ന് പറയുന്ന ഷോയിൽ പൂക്കീസ് നമ്മുടെ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ വേഷമായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ഭാവനയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറ്റാരോപിതൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ചെയ്തില്ല എന്നുള്ളത് തന്നെ ആശ്വാസം. ഇനി വരില്ല എന്ന് പറയാനും പറ്റില്ല.